പിന്നീട് ഈ കേസന്വേഷണം ഈ ചുടലമുത്തുവിനെ കണ്ടെത്താതെ ഈ അന്വേഷണം എങ്ങും എത്തില്ല. ഈ പ്രത്യേകിച്ച് മഴയുള്ള ദിവസമായിരുന്നത് തന്നെ വലിയ രീതിയിലുള്ള ഒരു തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. ഫോറൻസിക് തെളിവുകൾ കണ്ടെത്തുന്നതിലും ഒരുപാട് അപര്യാപ്തതകളുണ്ടായിരുന്നു. മഴയത്തെ തെളിവുകളൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് ഡോഗ് സ്ക്വാഡിനെ വെച്ചൊന്നും ആ സമയത്ത് പരിശോധിക്കാൻ പറ്റില്ല, അതിന് പരിമിതികളുണ്ട്. അങ്ങനെ ചുടലമുത്തു എവിടെ എന്നുള്ള അന്വേഷണത്തിലായി പോലീസ് സംഘം. ഇതേറെക്കാലം മുന്നോട്ട് പോയി. ജനാർദ്ദനൻ നായരുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി ആ സമയത്ത് രൂപീകരിച്ചിരുന്നു. കേസന്വേഷണം ഇഴയുന്നു. കുറ്റം ചെയ്തയാൾ ഒളിവിലാണ്, അയാളെ കണ്ടെത്താൻ കേരള പോലീസ് മതിയായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ജനാർദ്ദനൻ നായർ തന്നെയാണ് ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട ഒരു ഹർജി കൊടുക്കുന്നത്. ഇത് പ്രകാരം 2007 ജനുവരിയിലാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് 2006 മെയ് 26 നടന്ന കൊലപാതകം 2007 ജനുവരിയിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലേക്ക് എത്തുന്നു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും കേസിൽ യാതൊരു തുമ്പുമില്ല.